ഹർഷ, കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടം അപഹാസ്യനാകുന്ന അദ്ദേഹത്തെ പരിഹസിക്കുന്ന ഒരു വീഡിയോ. സംഭവം കോമഡിയാണ്, പക്ഷെ അതിനുള്ളിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ മുഖത്ത് നോക്കാൻ പോലും തയ്യാറാകാത്ത മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചെയ്ത തെറ്റിന്റെ ഫലം അല്ലെ? അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഈ വീഡിയോയിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം ഇരിക്കുകയാണ്. അതിന് മുന്നിലൂടെ രമേശ് ചെന്നിത്തല നടന്നു പോകുമ്പോൾ ബഹുമാനത്തോടു കൂടി അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ ഒരു നോക്കുകൊണ്ട് പോലും പരിഗണിക്കാതെ രമേശ് ചെന്നിത്തല മുഖം വെട്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യം. അങ്ങനെ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പോലും രമേശ് ചെന്നിത്തല നോക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു വർഷം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. രാഹുൽ ആദ്യമായി പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വന്ന് മത്സരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടെ 18,000-ന് മുകളിൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു കയറുന്നു. ആ ഒരു വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറുന്നു. കൃത്യം ഒരു വർഷം, അതായത് മത്സരിച്ച് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അതേ ദിവസം, അടുത്ത വർഷം അതേ ദിവസം തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വരുമ്പോൾ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ടി വരുമ്പോഴുള്ള ഒരു അവസ്ഥ, അതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വീഡിയോയിലൂടെ വളരെയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളത് കാണുമ്പോൾ അയ്യോ പാവം, ഒരു സഹതാപം നമ്മുടെ മനസ്സിൽ വന്നു പോകുമെന്നുള്ളതാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ മുതിർന്ന നേതാക്കന്മാർ എത്രയൊക്കെ അവഗണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ഇത്രയും നാൾ വി.ഡി. സതീശനെ മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വി.ഡി. സതീശൻ രാഹുലുള്ള വേദിയിൽ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്ന ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഇത്തരത്തിൽ രാഹുൽ വരുന്നത് കൊണ്ട് മാത്രം വി.ഡി. സതീശൻ വരാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് രാഹുൽ പറഞ്ഞത് അദ്ദേഹം എത്താൻ വൈകിപ്പോയി, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇതിനെ ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കും എന്നുള്ളത് മറ്റൊരു സംശയമാണ് യഥാർത്ഥത്തിൽ. പാലക്കാട് ഇത്തരത്തിൽ രാഹുൽ വരും എന്ന് പറയുന്ന ഒരു കൂട്ടം രാഷ്ട്രീയ നിരീക്ഷകനും ഒരു കൂട്ടം നേതാക്കന്മാരും ഈ ഒരു വീഡിയോ കാണും, പൊതുജനങ്ങളും ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗമായി രാഹുൽ വരില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എന്നെ പുറത്താക്കിയ ഒരു വ്യക്തി അദ്ദേഹം വീണ്ടും അതേ സ്ഥലം തന്നെ പിടിച്ചുപറ്റാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നു, മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂളായി വണ്ടി ഓടിച്ചു പോകുന്നു, അവിടെ പോകുന്നു, സംസാരിക്കുന്നു. അദ്ദേഹം തിരിച്ച് പഴയ ഇമേജ് റീബിൽഡ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ ഇയാളെ അടുപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഹർഷ പറഞ്ഞതുപോലെ ആദ്യം വി.ഡി. സതീശനായിരുന്നു ശക്തമായി അദ്ദേഹത്തിനെതിരെ നിന്നത്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നു എന്ന് ആദ്യം തുറന്നു പറഞ്ഞ അദ്ദേഹമാണ്. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ പോലെ, അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിനെ പോലുള്ള നേതാക്കൾ വീണ്ടും പുറത്തേക്ക് വരികയാണ്. നമുക്ക് താല്പര്യമില്ല, ഒരു സ്ത്രീ പീഡകനൊപ്പം വേദി പങ്കിടാനോ അല്ലെങ്കിൽ നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെടാനോ തങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള വ്യക്തമായ നിലപാട് ഇവരെല്ലാവരും തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഈ പറഞ്ഞ കോൺഗ്രസ് ടിക്കറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടോ അല്ലെങ്കിൽ കേരളത്തിൽ വേറെ എവിടെയോ മത്സരിക്കാനുള്ള സാധ്യതയാണ് മങ്ങുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു സ്വതന്ത്രനായി അവിടെ മത്സരിക്കുമോ? ഇനി ബാക്കിയുള്ള പൊതുജനത്തിന്റെ സപ്പോർട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇപ്പോഴും ഇതെല്ലാം ഒരു രാഷ്ട്രീയ ആയുധമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഒന്നോർത്താൽ അദ്ദേഹം ആരോപണ വിധേയനാണ്. അദ്ദേഹം ഈ കുറ്റം തെളിയുന്നത് വരെ അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്ന് പറയുന്ന കുറേയധികം മനുഷ്യരുണ്ട്. അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടി അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയോ വിജയിക്കുകയോ ചെയ്യുക എന്നുള്ളത് അടുത്ത കാര്യമാണ്. പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, BJP ഒരു ശക്തരായ കാൻഡിഡേറ്റിനെ നിർത്തുകയാണ്, പാലക്കാട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ CPM ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഇറക്കും. കാരണം പാലക്കാട് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഷാഫിയുടെ മണ്ണാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറിച്ചു നട്ട മണ്ണാണ്. അവിടെ വേറൊരു പാർട്ടിക്ക് സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി അവിടെ ഒരു വലിയ ത്രികോണ പോര് തന്നെ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പാലക്കാട് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 5-6 MP കേരളത്തിൽ മത്സരിക്കാൻ വരുമെന്ന് പറയുമ്പോൾ അതിൽ ഷാഫി പറമ്പിൽ MP വീണ്ടും പാലക്കാട് മത്സരിക്കാൻ വരുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർ നമുക്കറിയാം പാലക്കാട് തരത്തിൽ മുൻപ് BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ച് തോറ്റ വ്യക്തിയായിരുന്നു. തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹം ഒരു BJP നേതാവായിരുന്നു എന്ന് പോലും പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ ഒരു കോൺഗ്രസ് നേതാവായി പൊതുജനങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹവും മത്സരിച്ചേക്കാം എന്നുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതിനപ്പുറം ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് എന്നാണ്. അതിനപ്പുറം ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രവർത്തകർ തന്നെ രാഹുലിന് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങുമെന്നതിലും സംശയമില്ല.
ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ടാകാം, ഈ പറയുന്നത് പോലെ പാലക്കാട് രാഹുലിനെതിരെയും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാൻ കോൺഗ്രസിനാവില്ല, നിർത്തുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി രാഹുലിന് വേണ്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ രാഹുലിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ ഈ പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിനപ്പുറം ഈ പറയുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് നൽകിയ ആ ഒരു അവഗണന അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാഹുലിന്റെ ഇമേജ് തീരെ ഇല്ലാതെയാകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത് പോലെ ചത്തതുപോലെ ആയി എന്ന് നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു നേതാവ്, മനുഷ്യനെന്ന നിലയിലല്ല, കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പൂർണ്ണമായും ഇല്ലാതെയായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന പരിഗണന പോലും, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിക്ക് രാഷ്ട്രീയത്തിലില്ലാതെ ഒരു സാധാരണ വ്യക്തിയായി പോകുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും രാഹുലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് വളരെയധികം സങ്കടത്തോടു കൂടി നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം പ്രഭയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു രാഹുൽ എന്ന് പറയുന്നത്. ഇതിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്നത് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. പക്ഷെ ഇനി ഒരു പൊതു സദസ്സിൽ അല്ലെങ്കിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ചയിൽ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന എല്ലാ നേതാക്കളും ക്രൂശിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ പുറത്താക്കിയെങ്കിലും അയാളുമായുള്ള സൗഹൃദം ഇപ്പോഴും ഇല്ലേ എന്നുള്ള ചോദ്യം ബാക്കിയാകും. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇന്ന് അയാളെ മൈൻഡ് ചെയ്യാതെ പോയതുകൊണ്ടാണ് നമ്മൾ ഈ ലെവലിൽ ഇത് സംസാരിക്കുന്നത്. അഥവാ അവർ കൈകോർത്തിരുന്നെങ്കിൽ അപ്പോൾ ഇവർ തമ്മിൽ പിണക്കമില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. കൈകോർക്കുക എന്നതിനേക്കാളും ഒരുപക്ഷെ അദ്ദേഹം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ചയുടെ വഴി തന്നെ മാറുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ രാഹുൽ വീണ്ടും തിരിച്ചു വരുന്നു, കോൺഗ്രസിൽ രാഹുൽ വീണ്ടും സജീവമാകുന്നു, പാലക്കാട് തീർച്ചയായും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കുമെന്നുള്ള ഒരു ഉറപ്പിക്കലിലേക്ക് നമ്മൾ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള ഒരു സൈബർ അറ്റാക്ക് ഇവിടെ തുടങ്ങിയ ഇടതുപക്ഷ സൈബർ ടീംസും അതുപോലെ തന്നെ PR ജീവിക്കുന്ന BJPയും ഒക്കെ തന്നെ ഇതൊരു ആയുധമാക്കി ഉപയോഗിച്ച് രമേശ് ചെന്നിത്തല രഹസ്യമായി കൂട്ടുനിൽക്കുന്നു, ആ വോട്ടിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറയുന്നില്ല എന്ന തരത്തിലേക്ക് ഈ ചർച്ചകളെല്ലാം പോയേനെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുതിർന്ന നേതാക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും സംബന്ധിച്ച് ഇതൊരു നിർണായക ഘട്ടമാണ്. ഇമേജ് ബ്രേക്ക് ആവാതെ മുന്നോട്ട് പോവുക. ഇതിപ്പോ കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കുന്ന കാര്യമാകാം. പക്ഷെ ഇടതുപക്ഷത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയോട് കൂടി ഉള്ള ഇമേജ് എല്ലാം തകർന്നു കഴിഞ്ഞു. ഇനി ഉള്ളത് സേഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ന്യായീകരിക്കുക എന്നുള്ളൊരു ഘട്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ബോൾ കോൺഗ്രസിന്റെ കോർട്ടിലാണ്. അപ്പോൾ അത് കൃത്യമായി സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്യമമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ എന്തായാലും രാഹുലിന്റെ ഈ ഒരു രാഷ്ട്രീയ ഭാവി എന്താണ്? കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച്, മറ്റു പല നേതാക്കന്മാരുടെയും രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രാഹുലിനെ പോലെ ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കുമെന്ന് ചോദിക്കേണ്ടി വരുമെന്ന്. ഇപ്പോൾ ആ ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ഇന്നും രാഹുലിനെ സ്നേഹിക്കുന്ന, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് അമ്മമാരും ഒരുപാട് സ്ത്രീകളുമുണ്ട്. അവരൊക്കെ ഈ ഒരു നീക്കത്തിൽ, രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പ്രതികരണത്തിൽ എങ്ങനെയാണ് ഇനി അത് മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളത് അറിയില്ല. അതിന് ഈ പറയുന്ന ഒരു വീഡിയോയിലൂടെ ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുഖച്ഛായ തന്നെ പാലക്കാട് മാറാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല. അതെ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒക്കെ വഴങ്ങുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് വിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ള ഉദ്യമത്തോടെ നമ്മൾ അദ്ദേഹത്തിനെതിരെ 2ാം പരാതി വന്നപ്പോഴും അദ്ദേഹം ഒളിവിൽ പോയപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് 3-6 മാസം മാത്രം മതി തിരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരം ആരോപണങ്ങൾ നേരിട്ട് എല്ലാവരെയും വളർത്തിയ മണ്ണ് തന്നെയാണ്. കുറച്ചു നാൾ കഴിയുമ്പോൾ മറന്നു പോകുന്ന കാര്യങ്ങളായി ഇത് മാറും. അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത. അപ്പോൾ കോൺഗ്രസ് നിലപാട് മാറ്റുമോ, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പുതിയൊരു പാർട്ടി തുടങ്ങുകയോ, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളാണ് ഇനി ബാക്കിയുള്ളത്.